നമസ്കാരം. പ്രധാന വാർത്തകൾ. SNDP യോഗം ചേർത്തല മേഖലാ സമ്മേളനം ഏപ്രിൽ 6-ന് കളവംകോടം ക്ഷേത്രമൈതാനിയിൽ ചേരും. 1.5 മാസം നീളുന്ന കലാകായിക പരിപാടികളോടെയാണ് സംഗമം ഒരുക്കിയിരിക്കുന്നത്. ഇതിനു മുന്നോടിയായി ചേർത്തലയിൽ സംഘാടക സമിതി രൂപീകരിച്ചു. പ്രസിദ്ധമായ വാരനാട് ദേവീക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം ഒരുക്കങ്ങൾ തുടങ്ങി. ഇതിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വിഭവസമാഹരണം നടന്നു. വൈക്കം ഇണ്ടന്തുരുത്തി ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന ദേശതാലപ്പലി ഭക്തിനിർഭരം. വൈക്കം ഇണ്ടന്തുരുത്തിൽ ഭക്തജന സമിതിയുടെ നേതൃത്വത്തിലാണ് ദേശതാലപ്പലി സംഘടിപ്പിച്ചത്. വിശദമായ വാർത്തയിലേക്ക്. SNDP യോഗം ചേർത്തല മേഖലാ സമ്മേളനം ഏപ്രിൽ 6-ന് കളവംകോടം ക്ഷേത്രമൈതാനിയിൽ ചേരും. യോഗം ഭരണസാരഥ്യത്തിൽ 3 പതിറ്റാണ്ട് പിന്നിട്ട ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ വരവേൽക്കും. 1.5 മാസം നീളുന്ന കലാകായിക പരിപാടികളോടെയാണ് സംഗമം ഒരുക്കിയിരിക്കുന്നത്. ഇതിനു മുന്നോടിയായി ചേർത്തലയിൽ സംഘാടക സമിതി രൂപീകരിച്ചു. സമ്മേളനം യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ ടി അനിയപ്പൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ ചെയർമാൻ KP നടരാജൻ അധ്യക്ഷത വഹിച്ചു. കൺവീനർ PD ഗഗാറിൻ, നഗരസഭാ വൈസ് ചെയർമാൻ TS അജയ്കുമാർ, അഡ്വക്കേറ്റ് PS ജ്യോതിസ്, KV സാബുലാൽ, ജയകുമാർ, അനിൽ ഇന്ദീവരം, JP വിനോദ്, മനോജ് മാവുങ്കൽ, R രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. തുഷാർ വെള്ളാപ്പള്ളിയെ മുഖ്യ രക്ഷാധികാരിയായും CK ഷാജി മോഹൻ, ഷേർലി ഭാർഗവൻ, PN നടരാജൻ, K പ്രസാദ്, T അനിയപ്പൻ എന്നിവരെ രക്ഷാധികാരികളായും, KP നടരാജനെ ചെയർമാനായും, അഡ്വക്കേറ്റ് PS ജ്യോതിസിനെ വർക്കിംഗ് ചെയർമാനായും, KV സാബുലാൽ, KR രാജേന്ദ്ര പ്രസാദ്, ഓമന ബാനർജി, TS അജയ്കുമാർ, PG രവീന്ദ്രൻ, അഡ്വക്കേറ്റ് PK ബിനോയ്, അഡ്വക്കേറ്റ് VA അരുൺകുമാർ, AV ബിജു, സത്യശീലൻ, K ബാബു, KD ജയറാം എന്നിവരെ വൈസ് ചെയർമാൻമാരായും PD ഗഗാറിനെ ജനറൽ കൺവീനറായും തിരഞ്ഞെടുത്തു. സമ്മേളനത്തിന്റെ തുടക്കത്തിനുള്ള സംഘാടക സമിതിയാണ് നാം ഇവിടെ രൂപീകരിക്കുന്നത്. ആ സംഘാടക സമിതി മുഴുവൻ അംഗങ്ങൾ, മുഴുവൻ പ്രവർത്തകരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് കളവംകോടത്ത് നടക്കുന്ന പരിപാടി ഏറ്റവും ഗംഭീരമാക്കും. ചേർത്തലയിലെ ജനറൽ സെക്രട്ടറിയെ ചേർത്ത് പിടിക്കുവാൻ കിട്ടുന്ന വലിയൊരു അവസരം, ഒരു ഗംഭീര സ്വീകരണം നടക്കുവാനായിട്ട് പോകുന്ന വലിയൊരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു ചരിത്ര മുഹൂർത്തമാക്കി ഈ വരുന്ന ഏപ്രിൽ നടക്കുന്ന ചടങ്ങ്, ഏപ്രിൽ 6-ാം തീയതി നടക്കുന്ന ചടങ്ങ് അതിഗംഭീരമാക്കുവാനായിട്ട് മുഴുവൻ പ്രവർത്തകരും, മുഴുവൻ നേതാക്കന്മാരും, താഴെത്തട്ടിൽ കുടുംബ യൂണിറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ തലങ്ങളിലും ഇടപെട്ടുകൊണ്ട് നമുക്കൊരു സംഘടനാ മികവ് കാണിക്കേണ്ട സമയം കൂടിയാണ്. പ്രസിദ്ധമായ വാരനാട് ദേവീക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ഇതിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വിഭവസമാഹരണം നടന്നു. 2019-2025 ഫെബ്രുവരി മാസം 19-ാം തീയതി ആരംഭിക്കുന്ന കൊടിയേറ്റ് ഉത്സവം 2025 മാർച്ച് മാസം 4-ാം തീയതി ഭരണിയോടുകൂടി അവസാനിക്കുകയാണ്. 14 ദിവസം നീണ്ടു നിൽക്കുന്ന വിപുലമായ ഉത്സവ ചടങ്ങുകളാണ് വാരനാട് ദേവീക്ഷേത്രത്തിൽ നടക്കുന്നത്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൽ വരുന്ന വാരനാട് ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ വിഭവസമാഹരണം തുടങ്ങി. ചടങ്ങിന് ദേവസ്വം പ്രസിഡന്റ് പ്രൊഫസർ KN സുരേന്ദ്രനാഥ വർമ്മ, വൈസ് പ്രസിഡന്റ് KN ഉദയവർമ്മ, സെക്രട്ടറി വെള്ളിയാകുളം പരമേശ്വരൻ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ T സജീവ്ലാൽ, KS ശ്രീനിവാസ് എന്നിവർ നേതൃത്വം നൽകി. 19-ന് രാവിലെ 10 മണിക്ക് ഉത്സവത്തിന് കൊടിയേറും. കുംഭഭരണി ഉത്സവ ദിനമായ മാർച്ച് 4-ന് സമാപിക്കും. ഉത്സവ ദിനങ്ങളിലെല്ലാം ഉച്ചയ്ക്ക് പ്രസാദമുട്ടുമുണ്ടാകും. തണ്ണീർമുക്കം ഫെസ്റ്റിനോടനുബന്ധിച്ച് നടന്ന വയലിൻ ഫ്യൂഷൻ ശ്രദ്ധേയമായി. തണ്ണീർമുക്കം ബാൻഡിലായിരുന്നു വയലിൻ ഫ്യൂഷൻ അവതരിപ്പിച്ചത്. ആരോഹ് മ്യൂസിക് ബാൻഡിന്റേതായിരുന്നു ഫ്യൂഷൻ. വൈക്കം ഇണ്ടന്തുരുത്തി ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന ദേശതാലപ്പലി ഭക്തിനിർഭരമായി.
വൈക്കം ഇണ്ടന്തുരത്തിൽ ഭക്തജനസമിതിയുടെ നേതൃത്വത്തിലാണ് ദേശതാലപ്പലി സംഘടിപ്പിച്ചത്. മയിലാട്ടത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് എത്തിയ ദേശതാലപ്പലിയിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ നൂറുകണക്കിന് പേർ അണിനിരുന്നു. ദീപാരാധനയ്ക്ക് ശേഷം താലങ്ങൾ ക്ഷേത്രനടയിൽ സമർപ്പിച്ചു. തുടർന്ന് വള്ളുവനാട് ആദിമൊഴിയുടെ നേതൃത്വത്തിലുള്ള നാടൻ പാട്ടുകളും നാട്ടുകാഴ്ചകളും അവതരിപ്പിച്ചുള്ള കളിയരങ്ങും ശ്രദ്ധേയമായി. ആറാട്ടോടെ ഉത്സവത്തിന് സമാപനമായി. പ്രസിഡന്റ് ശ്രീനിവാസൻ, സെക്രട്ടറി ചന്ദ്രൻ, ട്രഷറർ ആർ ലക്ഷ്മണൻ നായർ, രക്ഷാധികാരികളായ ബ്രഹ്മശ്രീ നീലകണ്ഠൻ നമ്പൂതിരി, ബി മുരളീധരൻ നമ്പൂതിരി, ബ്രഹ്മശ്രീ ഹരിഹരൻ നമ്പൂതിരി തുടങ്ങിയവർ ഉത്സവാഘോഷ പരിപാടികൾക്കും ചടങ്ങുകൾക്കും നേതൃത്വം നൽകി. ഹൗറ സ്പോർട്സ് ഹാൾ ഇന്റർനാഷണൽ സ്കൂളിന്റെ 2024 കരാട്ടെ കുംഫു ബ്ലാക്ക് ബെൽറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു. ചേർത്തല വെള്ളിയാകുളം NSS കരോഗ ഹാളിൽ വിജയികൾ ആയവർക്ക് സെൽസി ശിവകുമാർ ബെൽറ്റ് നൽകി. ചേർത്തല എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സുനിൽകുമാർ സർട്ടിഫിക്കറ്റുകളും നൽകി. Congratulations, Sir. Sir, jewel to sir. വൈക്കം വെച്ചൂർ ഭാഗത്തു നിന്നും വിവിധ സ്ഥലങ്ങളിലേക്ക് വിവാഹം കഴിച്ചു പോയവർ ഒത്തുകൂടി. ചിത്രശലഭങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവർക്കായി എന്ന പേരിൽ 50ഓളം പേരാണ് കരിയാറിന്റെ തീരത്ത് ഒത്തുകൂടിയത്. പഠിച്ചു വളർന്ന വിവിധ സ്ഥലങ്ങളിലേക്ക് വിവാഹം കഴിച്ച് അയക്കപ്പെട്ടവർ വർഷങ്ങൾക്ക് ശേഷം സൗഹൃദത്തിന്റെ മധുരം പങ്കിടാൻ കരിയാറിന്റെ തീരത്ത് ഒത്തുകൂടി. വൈക്കം വെച്ചൂർ ശാസ്തക്കുളം പിഴയൽ ക്ഷേത്രത്തിന് സമീപത്തുനിന്ന് കോട്ടയം, എറണാകുളം, ആലപ്പുഴ ജില്ലകളിലേക്ക് വിവാഹം കഴിച്ച് അയക്കപ്പെട്ട 50ഓളം വനിതകളാണ് ചിത്രശലഭങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവർക്കായി എന്ന പേരിൽ കൂട്ടായ്മ രൂപീകരിച്ച് ഒത്തുകൂടിയത്. ശാസ്തക്കുളം പിഴയൽ ക്ഷേത്രം, ദർശന ബസ് സ്റ്റോപ്പ്, വായനശാല, സ്കൂൾ, കോളേജ് എന്നിവിടങ്ങളിലൂടെ വളർന്ന ആഴമേറിയ സ്നേഹബന്ധത്തിന്റെ ഇഴയടുപ്പം ഒട്ടും കുറഞ്ഞിട്ടില്ലെന്ന് തമ്മിൽ കണ്ടപ്പോൾ അവർ തൊട്ടറിഞ്ഞു. പാട്ടുപാടി കൈകൊട്ടിക്കളിച്ച് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് 2026 8 വനിതാ ദിനത്തിൽ വീണ്ടും ഒന്നിക്കാമെന്ന് പരസ്പരം ഉറപ്പു നൽകിയാണ് അവർ പിരിഞ്ഞത്. വയലാർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വേമ്പനാട്ട് കായൽ ശുചീകരിച്ചു. നാഗംകുളങ്ങര കടവിൽ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വയലാർ പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന ബാനർജി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് MG നായർ സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇന്ദിര ജനാർദ്ദനൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന തങ്കരാജ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ UG ഉണ്ണി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം SB ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. കായലിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് 49 വള്ളങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ, കക്കാവാരൽ തൊഴിലാളികൾ, വിവിധ സംഘടനകൾ ഒരുമിച്ചായിരുന്നു കായൽ ശുചീകരണം നടത്തിയത്. ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കേളമംഗലം, നാഗംകുളങ്ങര, കണ്ടത്തിൽക്കടവ്, കുറിയമുട്ടം, പുല്ലഞ്ചിറ എന്നീ കടവുകളിൽ ശുചീകരണം നടത്തി. 475 കിലോയോളം പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ആകെ ശേഖരിച്ചത്. മാലിന്യമുക്ത നവകേരളമായിട്ട് ബന്ധപ്പെട്ടിട്ട് വയലാർ കായൽ ശുചീകരണമായിട്ടുള്ള ഒരു ക്യാമ്പയിനാണ് ഇവിടെ നടന്നത്. രാവിലെ ഞങ്ങൾ നാഗംകുളങ്ങര കടവിൽ നിന്നാണ് തുടങ്ങിയത്. 50ഓളം വള്ളങ്ങളുണ്ടായിരുന്നു. വിവിധ പ്രദേശങ്ങളിലായിട്ട് നീങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ കുറിയമുട്ടത്തെ ഒരു പോയിന്റിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. വയലാറിലെ 5 കേന്ദ്രങ്ങളിൽ കുറിയമുട്ടം, അതോടൊപ്പം തന്നെ കുണ്ടത്തിക്കടവ്, പഞ്ചായത്ത് കടവ്, എട്ടുപുര, പ്ലാശ്ശേരി തുടങ്ങിയിട്ടുള്ള കേന്ദ്രങ്ങളിൽ പ്ലാസ്റ്റിക് പെറുക്കുന്ന പ്രവർത്തനം ജനകീയമായി ഇന്ന് സംഘടിപ്പിച്ചിരിക്കുകയാണ് വയലാർ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ. ചേർത്തല NSS കോളേജിൽ 1977-80 കാലഘട്ടത്തിലെ BA എക്കണോമിക്സ് വിദ്യാർത്ഥികൾ ഒത്തുകൂടി. കാളികുളത്ത് നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം വേണു ഉദ്ഘാടനം ചെയ്തു. ഈ യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ ആൾക്കാരും അവരുടെ അഭിപ്രായങ്ങളും ഈ ഗ്രൂപ്പിനെ സംബന്ധിച്ച് വിലയിരുത്തുകയും ഒക്കെ ചെയ്തു എന്നത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. സ്വാഭാവികമായിട്ട്
ആരും ഇതിന് തയ്യാറാവില്ല. ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് കൈയടിച്ച് പിരിയുന്നതിന് ഉപരി നമ്മുടെ അഭിപ്രായങ്ങൾ ഈ യോഗത്തിൽ പറയുക, ഈ കൂട്ടായ്മയുടെ ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ച് വിലയിരുത്തുക, അതെങ്ങനെ നല്ല രീതിയിലാക്കാം, നല്ല രീതിയിൽ കൊണ്ടുപോകാം എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കേട്ടിട്ടുണ്ട്. രക്ഷാധികാരി വേണുജിയുടെ വസതിയിൽ ചേർന്ന സംഗമത്തിൽ ആനുകാലിക വിഷയങ്ങൾ സജീവമായി ചർച്ച ചെയ്യാനും ഭാവി പ്രവർത്തനങ്ങൾക്ക് രൂപരേഖ തയ്യാറാക്കുവാനും തീരുമാനിച്ചു. അടുത്ത വർഷത്തേക്കുള്ള ഭരണസമിതിയെയും തിരഞ്ഞെടുത്തു. പ്രേംജി, വിജയൻപിള്ള, പൊന്നപ്പൻ, അമ്പി, പ്രദീപ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. പങ്കെടുക്കും. പക്ഷേ നമ്മൾ ഫോൺ ചെയ്താലൊന്നും അങ്ങനെ ആദ്യകാലത്ത് എടുക്കില്ലായിരുന്നു. പക്ഷേ പിന്നീട് കാര്യങ്ങൾ ബോധ്യപ്പെട്ട ശേഷം എനിക്കും അദ്ദേഹത്തിൻ്റെ ആ കാര്യത്തിൽ ഒരുപാട് സങ്കടമുണ്ടായി. പക്ഷേ ഈ മേലായിക പെട്ടെന്നാണ് അത് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും ആരോഗ്യവാനായിട്ട് കരുതിയിരുന്നയാൾ നമ്മുടെ അയ്യരായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് നമ്മൾക്കൊക്കെ എന്തെല്ലാം കുഴപ്പങ്ങളുണ്ടെന്ന് നമ്മളാരും അറിയുന്നില്ല. ഇപ്പം എൻ്റെ കാര്യത്തിൽ തന്നെ ഞാൻ വലിയ മന്നം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ഡെവലപ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഗവേഷണ കേന്ദ്രമായ സെൻറ്റർ ഫോർ കേരള മാത്തമാറ്റിക്സ് ആൻഡ് ആസ്ട്രോണമിയുടെ ഉദ്ഘാടനം വൈക്കത്ത് നടന്നു. ധനലക്ഷ്മി ബാങ്ക് ചെയർമാൻ കലഞ്ഞൂർ മധു ഉദ്ഘാടനം ചെയ്തു. മന്നം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ഡെവലപ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞനും അധ്യാപക പ്രമുഖരുമായ പ്രൊഫസർ രാമചന്ദ്ര മേനോൻ നിർവഹിച്ചു. ഇവർ പറയുന്നത് അനുസരിക്കണോ എന്നൊക്കെ തോന്നുമ്പോൾ അതല്ല ശരി, ഗുരുതുല്യർ പറഞ്ഞതാണ് ശരി, ഗുരുക്കന്മാർ പറഞ്ഞതാണ് ശരി എന്ന് എന്നെ കാലം പഠിപ്പിച്ച ഒരു ഉദാഹരണം നിങ്ങളോട് പറയാനാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ആ ഒരു ഉദാഹരണം ഇന്ന് അച്ഛനോ അമ്മയോ ഗുരുതുല്യരായുള്ള മറ്റാളുകളോ പറഞ്ഞു തരുന്നതിൻ്റെ അർത്ഥം വളരെ കാലങ്ങൾക്ക് ശേഷമേ നിങ്ങൾക്ക് മനസ്സിലാവൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. കേരളീയരുടെ ഒരു പ്രത്യേക വിഭാഗമാണ്, അതിനെക്കുറിച്ച് പറയാം. എന്തായാലും മന്നത്തിൻ്റെ പേരിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്, മന്നം ഒരു വിശ്വപൗരനാണെന്ന് തെളിയിക്കുന്നതിനുള്ള ശ്രമം കേരളത്തിലെ സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമിട്ടയാളാണ്. കേരള ഗണിതവും ആചാര്യന്മാരും എന്ന വിഷയത്തിൽ കൊച്ചിൻ സർവകലാശാല പ്രൊഫസർ ഡോക്ടർ ജി മധു മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് കേരള ഗണിത ജ്യോതിശാസ്ത്ര സംഭാവനകൾ എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. സെമിനാറിൽ സെന്റ് ആൽബർട്ട്സ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ലെസി, മുൻ CB കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ P. വിജയലക്ഷ്മി, ഗണിതശാസ്ത്ര വിഭാഗം മുൻ അധ്യക്ഷ ഡോക്ടർ വത്സല തുടങ്ങിയവർ പങ്കെടുത്തു. BJP 133 നമ്പർ ബൂത്ത് സമ്മേളനം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി വിമൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് പ്രസിഡന്റ് O. ആന്റണി അധ്യക്ഷത വഹിച്ചു. തണ്ണീർമുക്കം പഞ്ചായത്ത് 20-ാം വാർഡിൽ മീനാക്ഷി ഭവനിൽ നടന്ന സമ്മേളനത്തിൽ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ഇഷാൻ വിനോദിനെ ആദരിച്ചു. മുഹമ്മ മണ്ഡലം പ്രസിഡന്റ് നിഷ മുഖ്യപ്രഭാഷണം നടത്തി. ബൈജു മഞ്ചാടിക്കരി, TR ബൈജു, ചന്ദ്രബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു. അറിയിപ്പ്. ജപ്പാൻ കുടിവെള്ള പൈപ്പിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ ചൊവ്വാഴ്ച വൈകുന്നേരം വരെ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ കുടിവെള്ളം മുടങ്ങും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. SNDP യോഗം ചേർത്തല മേഖലാ സമ്മേളനം ഏപ്രിൽ 6-ന് കളവംകോടം ക്ഷേത്ര മൈതാനിയിൽ ചേരും. 1.5 മാസം നീളുന്ന കലാകായിക പരിപാടികളോടെയാണ് സംഗമം ഒരുക്കിയിരിക്കുന്നത്. ഇതിനു മുന്നോടിയായി ചേർത്തലയിൽ സംഘാടക സമിതി രൂപീകരിച്ചു. പ്രസിദ്ധമായ വാരനാട് ദേവീക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം ഒരുക്കങ്ങൾ തുടങ്ങി. ഇതിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വിഭവസമാഹരണം നടന്നു. വൈക്കം ഇണ്ടന്തുരുത്തി ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന ദേശതാലപ്പലി ഭക്തി നിർഭരം. വൈക്കം ഇണ്ടന്തുരുത്തിൽ ഭക്തജന സമിതിയുടെ നേതൃത്വത്തിലാണ് ദേശതാലപ്പലി സംഘടിപ്പിച്ചത്. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.